നല്ല രീതിയിൽ കുറുകിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. പപ്പടം അങ്ങോട്ട് എടുക്കുക, പൊടിക്കുക. സൂപ്പർ സാധനം എന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനം. മിസ്റ്റർ മെസ്സിയുടെ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് പഴം നുറുക്ക്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല മാരക ടേസ്റ്റുള്ള ഒരു പലഹാര ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ചേരുവകൾ എന്താണെന്ന് നോക്കാം. ഏത്തപ്പഴം ഞാൻ 4 എടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കര ഒരു 400 ഗ്രാം, തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ളത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഏലക്ക പൊടിച്ചത്, നെയ്യ്. അപ്പോൾ നമുക്ക് ആദ്യം ശർക്കര പാനിയാച്ചി എടുക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ശകല വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അതാ നല്ലോണം തിളച്ചതാ കുറുകി വരുന്നുണ്ട്. അപ്പോൾ അതാ കുറുകി വരുന്നുണ്ട്. അപ്പോൾ നല്ലോണം കുറുകിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് പഴം മുറിച്ചെടുക്കാം. അപ്പോൾ ഓവറായിട്ട് പഴുത്ത പഴം ആവരുത്. ഞാൻ ഒരു പഴം ഒരു 4 പീസായിട്ടാണ് മുറിച്ചിടുന്നത്. ഈ രീതിയിൽ മുറിച്ചിടണം. വലുപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തീരുമാനിക്കാം. അപ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി തീ ഓണാക്കാം. നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് തിളച്ചതിന് ശേഷം മാത്രം അടച്ചു വയ്ക്കാം. അപ്പോൾ തിളച്ചതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം. അങ്ങനെയാണ് ഇത് വേവിച്ചെടുക്കാനുള്ളത്. അപ്പോൾ തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി അടച്ചു വെച്ച് കൊടുക്കാം. ഞാൻ അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളെ ഇലയൊക്കെ ചുരുങ്ങി പണ്ടാരം തുടങ്ങി. നമുക്കിത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വെള്ളം ഒരുപാടങ്ങ് ഒഴിക്കരുത്. കാര്യം ഇത് വറ്റിച്ചെടുക്കാനുള്ളതാണ് ഈ വെള്ളം. അതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൽ വേവിക്കാൻ നിൽക്കരുത്. ഒരുപാട് പഴുത്ത പഴം എടുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഒന്ന് വെന്ത് വരുമ്പോൾ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വെന്ത് വരുമ്പോൾ നല്ല മഞ്ഞ കളറാവും. അപ്പോൾ അതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാൻ ഞാൻ വേറൊരു നല്ല ഇല എടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ വേവട്ടെ. അപ്പോൾ നമുക്ക് എടുത്തു നോക്കാം. അപ്പം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. നമുക്കിനി അവിടെ പാനി അയച്ച് ശർക്കര ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇത് വറ്റി വരണം. അപ്പോൾ അത് നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ഇത് വറ്റിച്ചെടുക്കണം. വറ്റി വരുന്ന സമയത്ത് നല്ല ഗോൾഡൻ കളറാകും നമ്മുടെ പഴമൊക്കെ. ആ രീതിയിൽ കുറുക്കിയെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ വറ്റി വരുന്നുണ്ട്. അധികം ഇട്ട് ഇളക്കരുത്, ഉടഞ്ഞു പോകും. ജസ്റ്റ് ഒരു
സ്പർശനം മതി. ഇതിലേക്ക് നമുക്കിനി നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർക്കാതെ തേങ്ങാപ്പീര വേണമെങ്കിൽ നേരെ ചേർക്കാം. ഞാൻ ഇവിടെ തേങ്ങാപ്പാലാണ് ചേർത്തത്. ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ച ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ വറ്റിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ പപ്പടവും കൂട്ടി വേണം കഴിക്കാനായിട്ട്. ഇത് കഴിക്കേണ്ട രീതി ഇങ്ങനെ ഉടയ്ക്കുക, പപ്പടം അങ്ങോട്ട് എടുക്കുക, പൊടിക്കുക. ആഹാ, എൻ്റെ മോനെ സൂപ്പർ സാധനം എന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനം. ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ. നല്ല സൂപ്പർ കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.